ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആയുർവേദ കൺമഷിയാണ്. അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് കൂടി നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടത് പൂവാങ്കുറുന്നിലയാണ്. നമ്മളുടെ വീടിന് ചുറ്റും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അതേ സംഭവം തന്നെയാണ്. ഈ കൺമഷി നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് കഞ്ഞുണ്ണിയാണ്. കഞ്ഞുണ്ണി എന്ന് വെച്ചാൽ ഭൃംഗരാജ, അതും വേണം. പിന്നെ നമുക്ക് ഒരു വെറ്റില മതി, ഒന്നെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ലെമണിൻ്റെ പകുതി, അതിൻ്റെ പകുതി ജ്യൂസ് മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ വേണ്ടത് പനിക്കൂർക്ക. ഇത്രയും സാധനങ്ങൾ നമുക്ക് വീടിന് ചുറ്റും എപ്പോഴും ഉണ്ടാവും, വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അഴകിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു കൺമഷി ഉണ്ടാക്കാം. അപ്പോൾ ഈ പൂവാങ്കുറുന്നില എന്ന് പറയുന്നത് ഇട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ നമുക്ക് മുടിയെല്ലാം നല്ല ആരോഗ്യത്തോടെ വളരും. പിന്നെ ഈ ഭൃംഗരാജിയും അതേ ഗുണം തന്നെയാണുള്ളത്. നമ്മളുടെ കൺപീലിക്ക് നല്ല ഒരു കറുപ്പ് കളറും അതേപോലെ നല്ല തിക്കായിട്ട് വരുന്നതിനും ഇത്രയും സാധനങ്ങൾ നമ്മളെ സഹായിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം ചേർത്തിട്ട് ഒന്ന് വേരോട് കൂടി സമൂലം എടുത്തിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്യാം. ഇത് നമുക്ക് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ കൺമഷി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണിന് നല്ല ഭംഗി കിട്ടും. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ ചെറുപ്പം മുതലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൺപീലികളൊക്കെ നല്ല തിക്കോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ വരും ചെയ്യും. വലിയവർക്കും ഒരേപോലെ ഉപയോഗിക്കാം കേട്ടോ. വലിയവർ ഡേ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല, എന്നാൽ നമ്മുടെ കണ്ണിന് നല്ലൊരു ഭംഗിയും കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുത്തില്ലേ, ഇനി ഇതങ്ങനെ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. പിന്നെ ഹാഫ് ലെമണിൻ്റെ ജ്യൂസും ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പണ്ട് കാലത്തിലെ ആളുകൾ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള കൺമഷിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ കുറേയൊക്കെ കെമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് കണ്ണിന് പല പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ കെമിക്കലായിട്ടുള്ള കൺമഷികളാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഒരു പ്രവണത മാറ്റി നമുക്ക് ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കുന്ന കൺമഷി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ തരിയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം. അതിൻ്റെ ചാറെല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു കോട്ടൻ്റെ തുണിയാണ്. നിങ്ങൾക്ക് വലിയ തുണി എടുക്കാം, ചെറിയ തുണി എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു അല്പം ഒരു നീളത്തിലുള്ള ഒരു തുണി തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തുണി നമ്മൾ ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ചാറിലേക്ക് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഉണക്കണം. ഉണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 7 പ്രാവശ്യമെങ്കിലും ഈ ജ്യൂസ് തീരുന്ന വരെ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. മുക്കിയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ ജ്യൂസിലേക്ക് മുക്കിയിട്ട് വീണ്ടും ഉണക്കും. അങ്ങനെ ഒരു 7 തവണ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ നമ്മളിത് ഉണക്കിയെടുക്കുമ്പോൾ നല്ല വെയിലത്ത് ഇട്ട് ഉണക്കരുത്, ഒരു ലൈറ്റ് വെയിലിൽ വേണം നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട്. ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ വിളക്കിനെല്ലാം തിരി തിരച്ചെടുക്കുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ കത്തിക്കാനായിട്ട്. നെയ്യും ഉപയോഗിക്കാം, പക്ഷെ അതിലേറെ നല്ലത് നല്ലെണ്ണയാണ്. നമ്മളുടെ കണ്ണിനെല്ലാം നല്ല തണുപ്പ് കിട്ടുന്നതിന് നല്ലെണ്ണയാണ് നല്ലത്. വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ നമുക്ക് ആ വിളക്കിൻ്റെ ഹൈറ്റിനൊരു 2 പാത്രം വയ്ക്കണം. ഇങ്ങനെ വെക്കുന്നത് എന്തിനാ വെച്ചാൽ കത്തിക്കുമ്പോൾ നല്ല അതിൻ്റെ വായു സഞ്ചാരം കിട്ടുമ്പോഴാണ് നല്ലപോലെ തീ കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റിന് വേണ്ടിയിട്ട് 2 പാത്രം വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ചെമ്പ് അങ്ങനത്തെ പാത്രങ്ങൾ വയ്ക്കും. സ്റ്റീലൊക്കെ ആയി കഴിഞ്ഞാൽ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പാത്രത്തിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെയുള്ള മൺപാത്രം എടുത്താലും മതി. ഞാൻ ആദ്യം ഒരു ചെറിയ പാത്രമാണ് വെച്ചിരുന്നത്. അപ്പോൾ നല്ലപോലെ കരി കിട്ടും. അതിന് സ്പേസ് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒരു വലിയ പാത്രമാണ് രണ്ടാമത് വെച്ചത്. ആ തിരി കത്തിത്തീരുന്ന വരെ ഞാൻ വിളക്ക് കെടാതെ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. ആ പാത്രം ഫുള്ളായിട്ട് നല്ല കരി പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് ചുരണ്ടി എടുക്കാം. നല്ല കൺമഷിയാണ്. നമുക്ക് ഈ പൊടി മാത്രം വേണിച്ചാലും കണ്ണിൽ നമ്മൾ സുറുമെല്ലാം എഴുതുന്ന പോലെ എഴുതാം. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് ആവണക്കെണ്ണയാണ്. ഈ കരിയിലേക്ക് അല്പാൽപ്പം ആവണക്കെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള കണ്ണിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കൺമഷി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ എല്ലാം ശേഖരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ.